വെൽക്കം ബാക്ക് ടു തയ്യാമി. എല്ലാവർക്കും ഞാൻ ഇതിൻ്റെ ഇന്നത്തെ ഓണാഘോഷത്തിൻ്റെ സെലിബ്രേഷന് വേണ്ടി അങ്ങനെ ഞങ്ങൾ തിരുപ്പുറത്തു നിന്ന് നേരെ കാട്ടാക്കട അന്തീർക്കോണത്തുള്ള EJ പവർടെക് കമ്പനിയിലെത്തി. എൻ്റെ സഹോദരൻ്റെ കമ്പനിയാണ്, സോളാറിൻ്റെ ഒരു കമ്പനിയാണ്. ചെറിയൊരു കമ്പനി, തുടങ്ങിയിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഓണാഘോഷത്തിന് വേണ്ടിയിട്ടാണ്, ഉത്രാട ദിനാഘോഷ പരിപാടിയാണ് ഞാനും ഉണ്ണിക്കുട്ടനും പങ്കെടുക്കാൻ വേണ്ടിയിട്ടെത്തിയത്. എൻ്റെ സഹോദരൻ അനിയനാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേനും അത്തം ഒരുക്കുന്ന തിരക്കിലായിരുന്നു അവിടുത്തെ കുട്ടികൾ. അവിടുത്തെ സ്റ്റാഫും അവരെ ഫ്രണ്ട്സും എൻ്റെ സഹോദരൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഒത്തൊരുങ്ങിയാണ് ഉത്രാട ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. പിന്നെ അത്തം ഇടുന്ന തിരക്കിലാണ് എല്ലാവർക്കും വളരെ സന്തോഷം ഉള്ള ഒരു സമയമാണല്ലോ ഈ ഓണനാളുകളെന്ന് പറയുന്നത്. അത്തം മുതൽ 10 ദിവസവും എല്ലാവരും മതിമറന്ന് അത്തപ്പൂക്കളം ഒരുക്കുന്ന മനോഹരമായ കാഴ്ചകൾ എല്ലാ സ്ഥലത്തും, സ്കൂളും കോളേജും എല്ലായിടവും ഓണാഘോഷിക്കും. അതുപോലെയാണ് ഞങ്ങൾക്ക് എപ്പോഴും ഓണാഘോഷം. ഇതുപോലെ ഉത്രാട ദിനത്തിലൊക്കെ എൻ്റെ കുഞ്ഞമ്മേൻ്റെ വീട്ടിലോ, അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സഹോദരൻ്റെ കമ്പനിയിലോട്ട് വരും. ഇവിടെയാണ് ഞങ്ങൾ ആഘോഷിക്കാറ്. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വോയിസ് പുറത്തുനിന്നുള്ളത് വരുന്നത്, ഞങ്ങളിവിടെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം, അവിടെ പാരായണം നടക്കുവാണ്. അതിൻ്റെ സൗണ്ടും കൂടെ ഇതിലോട്ട് കയറി വരുന്നു. പിന്നെ ആദ്യം പറഞ്ഞതും മനസ്സിലായിട്ടുണ്ടാവില്ല, വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ പറഞ്ഞ ആ വോയിസ് നിങ്ങൾക്ക് ഒരുപാട് കേൾക്കാൻ പറ്റിയെന്ന് തോന്നുന്നില്ല. എന്തായാലും എൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഞാൻ തന്നെ തയ്ച്ച ബ്ലൗസായിരുന്നു. ഞാൻ സെയിലിന് വേണ്ടി എടുത്ത ഡ്രസ്സിൽ നിന്നും എനിക്ക് ആയിട്ട് ഓണക്കോടി എടുത്തതായിരുന്നു. ഇത് സഹോദരൻ്റെ മക്കളും പിന്നെ റിലേറ്റീവ്സും, ഇത് സഹോദരൻ്റെ വൈഫ് ഒക്കെ ആയിട്ട് എല്ലാവരും അടിപൊളി ഒരു ഓണാഘോഷം തന്നെയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളി പറച്ചിലും സന്തോഷ നിമിഷങ്ങളെല്ലാം മനോഹരമായിരുന്നു. പിന്നെ എനിക്ക് ഏകദേശം 750 അടുപ്പിച്ച് സബ്സ്ക്രൈബർ ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഹെൽപ്പാണ് എൻ്റെ വിജയം. എന്തായാലും ഏപ്രിൽ 1 കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് കൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം. ഇതിൻ്റെ ബാക്കി പാർട്ട് സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇത് EJ പവർടെക് എന്ന കമ്പനീൻ്റെ ഇത് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു ആൾ.